ഹലോ ഡിയേഴ്സ്, ഫാമിലി ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മുടെ നെയ്ച്ചോറിലേക്കും അതുപോലെ തന്നെ ചോറിലേക്കൊക്കെ നമുക്ക് സൂട്ടായിട്ടുള്ളൊരു ചിക്കൻ കറി. നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കഴിയണതറിയില്ല, അത്രയ്ക്കും ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചിക്കൻ ഇതുപോലെ ഒരു മീഡിയം സൈസിൻ്റെ പീസാക്കിയിട്ട് നമ്മൾ വാങ്ങാം. നമ്മുടെ ബിരിയാണിക്കൊക്കെ ഉള്ള പോലെ വലിയ പീസാണെന്നുണ്ടെങ്കിൽ, ബോൺലെസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പീസ് ചെറുതാക്കി എടുക്കാം. ഇനി അതിലേക്ക് ഒരു 2-3 സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി ഒരു 2 സ്പൂണ്, വലിയ സ്പൂണാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 സ്പൂൺ വരെ ഇട്ട് കൊടുത്താൽ മതി, ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മളിതുപോലെ ചേർത്തോളൂ. ഞാനൊരു സ്പൂണ് വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ്, അതിലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു കളറിനായിട്ട് നമ്മളിതിൽ കുറച്ച് ചേർത്തെന്ന് മാത്രം, 1 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ കുറച്ച് അരമണിക്കൂർ നേരം കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മളൊരു ഉള്ളി എടുത്തിട്ട് അതിൽ നമ്മുടെ ചിക്കൻ കുറച്ച് ഓരോ പീസുകൾ ഇട്ട് കൊടുത്ത് നമ്മളിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെ, നമ്മൾ കഴിക്കുന്ന രീതിയിലുള്ള ഫ്രൈ ചെയ്യുന്നത് പോലെ ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഒരു ഹാഫ് കുക്കഡ് ആകുന്ന രീതിയിൽ നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഡ്രൈ ആക്കരുത്. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെറുതാക്കിയിട്ട് ചെറിയ തീയിലൊന്നും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് വേവിച്ചെടുക്കുക. 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഹാഫ് കുക്കഡ് ആക്കിയിട്ട് നമ്മളിതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മളെല്ലാതും ഏതാണ്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാതും നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഹാഫ് കുക്കഡ് ആക്കിയിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ആ എണ്ണ അതിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ചിക്കൻ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഫുള്ളായിട്ടുള്ള എണ്ണ ആവശ്യമില്ല, കുറച്ച് എണ്ണ നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഏതാണ്ട് ഒരു 250 ഗ്രാം വരെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി കുറച്ചധികം ആയാലും കുഴപ്പമൊന്നുമില്ല, ഉള്ളി കൂടുന്നതെന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റാണ്. ചെറിയ ഉള്ളിയാണ് ഒന്നുകൂടി സ്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ രണ്ടും ചേർത്തിട്ടുണ്ട്. ഒരു 3 വലിയ ഉള്ളി, അതുപോലെ തന്നെ കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുക്കാം, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ ഏതാണ്ട് ഈ ഒരു പരുവാകുമ്പോൾ കുറച്ച് കാന്താരി മുളക്, ഇപ്പോൾ ഞാനിവിടെ നോൺ വെജിൽ അധികം കാന്താരി ഇടാറുണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, വലിയൊരു തക്കാളി, നല്ല പഴുത്തൊരു തക്കാളി മുഴുവനായിട്ടും ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പോലെ ഉള്ളി ഇതുപോലെ നല്ലോണം ഇങ്ങോട്ട് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല, നല്ലോണം ഒന്ന് വഴന്ന് വന്നാൽ മതി. ഏതാണ്ട് അങ്ങനെ വെന്ത് വരുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. പൊടി നമ്മൾ ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 1.5 സ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല ഒരു 3/4 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല കുറച്ചൊരു നുള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി. ഇപ്പോൾ മല്ലിപ്പൊടി അധികം ആവരുത്, ഇത്രയും മതിയാവും. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1.5 സ്പൂണ്. അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും ഒരു സ്പൂൺ വരെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഹാഫ് കുക്കഡാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഒട്ടും എണ്ണയൊന്നും അധികമൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ ആ ഗ്രേവി ഫുള്ളായിട്ട് ഇതിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ എണ്ണയിലൊരു 5 മിനിറ്റോളം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം കുറച്ച് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ആ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടൊരു 1/4 കപ്പ് അത്രയും ഉണ്ടാവുള്ളൂ, അത്രയും വെള്ളം നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വേവിക്കുക. അടച്ച് വെച്ചിട്ടാണ് നമുക്ക് വേവിക്കേണ്ടത്. അപ്പോൾ ഒരു 25 മിനിറ്റോളം ഞാൻ ചെറിയ തീയിൽ 25-30 മിനിറ്റോളം ചെറിയ തീയിൽ നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അടച്ച് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അധികം വെള്ളമില്ലാത്തതുകൊണ്ട് അടി പിടിക്കും. അതുപോലെ തന്നെ ചെറിയ തീയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. 1/2 മണിക്കൂറോളം നമ്മൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.